സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 27-ാം സങ്കീർത്തനം 14-ാം തിരുവചനം. കർത്താവിൽ പ്രത്യാശയർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവാശ്രയത്വത്തിൻ്റെ ശക്തി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. കർത്താവിൽ ആശ്രയിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ ഏത് പ്രതിസന്ധിയുടെ മുൻപിലും ബലത്തോടെ നിൽക്കുവാനുള്ള കൃപ ആത്മാവിലേക്ക് പകരപ്പെടുകയാണ്. കർത്താവിനെ ആരെല്ലാം ആശ്രയിക്കുന്നുവോ അവരൊന്നും ലജ്ജിതരാവുകയില്ല. കർത്താവിൻ്റെ പ്രോമിസാണിത്. അവിടുത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി, അവർക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവാശ്രയത്വമുള്ളവരാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇന്ന് ഈ ലോകത്തിൻ്റെ തകർച്ചയുടെ ഒരു പ്രധാന കാരണം ദൈവാശ്രയത്വം നഷ്ടപ്പെട്ടു പോകുന്നതാണ്. കർത്താവിനെ ആശ്രയിക്കുന്ന ഓരാത്മാവിലും ധീരതയുടെ, ബലത്തിൻ്റെ ചൈതന്യം നിറയപ്പെടുകയാണ്. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും പ്രതിസന്ധികളെയും, നമ്മുടെ ജീവിതത്തിൽ പലവിധത്തിലുള്ള ഭയങ്ങളുണ്ട്. അടിക്കടിക്കുണ്ടായ ചില പരാജയങ്ങൾ മൂലം, അപ്രതീക്ഷിതമായി സംഭവിച്ച ചില വേർപാടുകൾ, ദുരന്തങ്ങൾ, തകർച്ചകൾ എന്നിവ മൂലം ഒരുപാട് വേദനകളും പലവിധ ഭയാശങ്കകളും നമ്മെ ഇന്ന് അലട്ടുന്നുണ്ട്. നമ്മുടെ പ്രതിസന്ധി എന്തുമാവട്ടെ, ഈ വചനത്തിൽ എൻ്റെ സഹോദര സഹോദരി, ഞാനും നീയും ചങ്കുറപ്പിക്കുക, ദുർബലരാകാതെ ധൈര്യപ്പെടുക, കർത്താവിനെ ആശ്രയിക്കുന്നവരാകുക. സകല ഭാരങ്ങളും കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ കാര്യത്തിൽ അത്രമാത്രം ശ്രദ്ധയുള്ളവനാണ് നമ്മുടെ കർത്താവ്. എല്ലാ ഭാരങ്ങളെയും ഏൽപ്പിച്ചു കൊടുത്ത് ഒരു നിമിഷം ആയിരിക്കുന്നിടത്ത് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തോടെ യേശുനാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ആ നാമത്തിന്റെ ശക്തി ആത്മാവ് വെളിപ്പെടുത്തും. ഡെലിവറൻസ് ഉണ്ടാകും, സൗഖ്യങ്ങൾ വെളിപ്പെടും, അത്ഭുതങ്ങൾ സംഭവിക്കും. നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിൽ ദൈവ പ്രവർത്തികളെ പരിശുദ്ധാത്മാവ് വെളിവാക്കി തരും. എന്റെ സഹോദരങ്ങളെ, ഉറപ്പോടെ പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ തളർന്നു പോകാതെ കരം പിടിച്ച് ഞങ്ങളെ നയിക്കണമേ. ദൈവാശ്രയത്വത്തിന്റെ അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞൊരു മനസ്സോടെ പാടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികളുണ്ട്. അത് വലിയൊരു യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധികളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല ഈ ലോകത്തിൽ ഞാനും നിങ്ങൾ നയിക്കേണ്ടത്. നിരവധിയായ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികൾ നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മെ തെരഞ്ഞെടുത്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അവനാണ് എന്റെയും നിന്റെയും കരം പിടിച്ചിരിക്കുന്നത്. ആ ഉറപ്പോടെ കരമടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും?
കർത്താവിന്റെ കരം പിടിച്ചേ ഞാൻ എന്നും വഴി നടക്കും. ആ ബോധ്യത്തോടെ ചേർന്ന് പാടിക്കേ. ആർക്ക് നമ്മളെ എതിർത്ത് നിൽക്കാൻ പറ്റത്തില്ല, ആർക്കും നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. സർവശക്തനായ കർത്താവ് ഞാൻ എന്നും വഴി നടക്കും. സൈന്യനീര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്നായി എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതാൻ. തീരുമാനത്തോടെ പാടിക്കേ. കൃപ ഇറങ്ങുന്ന സമയം, അനേക ആത്മാവ് അഭിഷേകം ചെയ്യുന്ന സമയം. സ്പിരിറ്റ് മൂവ്, മൂവ്. ജീവിതങ്ങൾ ആത്മാവെ സ്പർശിക്കണമേ. ഭയം, നിരാശ, തളർച്ച, മടുപ്പ്, നിഷേധാത്മകമായ ചിന്തകള്, നെഗറ്റീവ് മനോഭാവങ്ങള് എല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ. ആത്മാവേ വരണമേ, ആത്മാവെ തൊടണമേ, ഓരോ ഉള്ളത്തെയും തുറക്കണമേ. പൊരുതും കർത്താവിന്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരു നിൽക്കും. കർത്താവിന്റെ കരം പിടിച്ചേ ഞാനെന്നും വഴി നടക്കും. അതാണ് ക്രിസ്ത്യൻ ലൈഫ്, അതാണ് ക്രിസ്തീയ ജീവിതം. കർത്താവിന്റെ കരം പിടിച്ച് അവിടുത്തോട് കൂടെ നടക്കുന്ന ഒരു അനുഭവം. ഈശോ കൃപ 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 ഒഴുകട്ടെ. ഓരാത്മാവിലേക്കും കൃപ കടന്നു വരട്ടെ, കൃപ കടന്നു വരട്ടെ. കൃപ ഇരു കരമുയർത്തി ഹൃദയം തുറന്നൊരു മനസ്സോടെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്നു. ഈശോയെ, സർവശക്തനായ കർത്താവേ, സർവാധിപനായ ദൈവമേ, അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ ഞങ്ങൾക്കായി നീട്ടണമേ. മാനസികമായി മടുപ്പുകള്, തളർച്ചകള്, ജീവിതത്തിൽ സംഭവിച്ച പരാജയങ്ങള്, ദുരന്തങ്ങള്, തകർച്ചകള്, രോഗപീഠകള്, അപ്രതീക്ഷിതമായുള്ള ചില വേർപാടുകള്, ഇവ മൂലം മനം തകർന്നിരിക്കുന്ന ആയിരങ്ങൾ ആത്മാവെ സ്പർശിക്കണമേ. സ്പിരിറ്റ് ടച്ച്, അനോയിന്റ്, അനോയിന്റ്, അനോയിന്റ്. കെട്ടുകൾ അഴിയട്ടെ, കുരുക്കൾ അഴിയട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ആത്മാവെ പ്രവർത്തിക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. റീബ റൂഹ റീബ ലാഭ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനോയിന്റിംഗ്, അനോയിന്റിംഗ്, അനോയിന്റിംഗ്. കൃപ വ്യാപരിക്കട്ടെ, അഭിഷേകം ഇറങ്ങട്ടെ. കർത്താവിന്റെ മഹത്വം ഞങ്ങളേവരെയും പ്രകാശിപ്പിക്കട്ടെ. ഓ ഗ്ലോറി, ഗ്ലോറി ലോർഡ്. ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങട്ടെ, ദൈവ തേജസ് ഇറങ്ങട്ടെ. ജീസസ്, ജീസസ്, ജീസസ്. പരിശുദ്ധ അമ്മ മാതാവേ, പാപികളുടെ സങ്കേതമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, സകല ജനപദങ്ങളുടെയും നാഥേ, അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം. ഈശോസേ പിതാവേ, സകല വിശുദ്ധ മലാഖമാരെ ഞങ്ങൾക്കായി അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ ശാക്തീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. നമ്മുടെ ഓരോ കുടുംബത്തിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്ന സമയമാണിത്. ദൈവവചനത്തിലൂടെ അനേക ആത്മാവ് സ്പർശിക്കുന്ന, സുഖപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന കൃപയുടെ സമയം. പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിലായിരിക്കുക. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിൻ്റെ റൂഹ നമുക്ക് നൽകുന്ന ആലോചന, മനസ്സ് മടുത്ത് തളർന്നു പോകരുത്. മനസ്സ് മടുത്ത് തളർന്നു പോകരുത്. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഈ വചന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ അനേകർ ഇന്ന് മാനസികമായി മടുത്ത്, നമ്മൾ സാധാരണ പറയാറില്ലേ, എനിക്ക് മടുത്തു, മനം മടുത്ത് ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. കുടുംബ ജീവിതത്തിൽ മടുപ്പ്, സമർപ്പിത ജീവിതത്തിൽ മടുപ്പ്,
പൗരോഹിത്യ വിളിയിൽ മടുപ്പ്, ആയിരിക്കുന്ന മേഖല ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, പഠന മേഖലയാകട്ടെ, ദൈവം നിർത്തിയ പല മണ്ഡലങ്ങളിലും മനസ്സ് മടുത്ത് മരവിപ്പോടെ ജീവിക്കുന്ന ആയിരങ്ങളെ ഈ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് നൽകുന്ന പ്രവചന സന്ദേശം എന്താണ്? ദൈവത്തിൻ്റെ ജനം മനസ്സ് മടുത്തൽ തളർന്നു പോകരുത്. തളർന്നു പോയി പിന്മാറ്റത്തിലേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം തിരുവചനം. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? നമ്മൾ പല പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു വചനമാണിത്. നമ്മുടെ കർത്താവിൻ്റെ ശ്രദ്ധേയമായ വാക്കുകളാണ്. സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമായി നിങ്ങൾ തകർന്നു പോകാൻ സാധ്യതയുണ്ട്. അതീവ ശ്രദ്ധയുള്ളവരായിരിക്കുക. മനസ്സ് മടുത്ത് ദുർബലമായി മാനസികമായി വീക്കായി നമ്മൾ ബലഹീനരായി ക്ഷീണിച്ചു പോകുവാൻ, പിന്മാറിപ്പോകുവാനുള്ള സാധ്യത ഈ നാളുകളിൽ കർത്താവ് നമ്മുടെ മുൻപിൽ കാണിച്ചു തരികയാണ്. ഞാൻ ഈ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ എത്ര കൃത്യമാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ. ഇന്ന് 1-2 പേരല്ല, ഒത്തിരിയേറെ ജീവിതങ്ങൾ മനം മടുത്ത് മാനസിക ഒരു മടുപ്പാണ്, സംതൃപ്തിയില്ല, വേണ്ട വിധം ആനന്ദിക്കാൻ പറ്റുന്നില്ല. ഒരു യന്ത്രം കണക്കെ യാന്ത്രികമായി ജീവിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. എൻ്റെ സഹോദര സഹോദരി, അതിലൊരുവനും ഒരുവളുമാണോ ഞാനും നീയും? ആത്മാവിന്ന് നമ്മോട് ചോദിക്കുന്ന ഈ ചോദ്യം വളരെ ശ്രദ്ധയോടെ നമ്മൾ കേൾക്കണം. മനസ്സ് മടുത്ത് മരവിപ്പോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനും നീയും? കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശിക്കാൻ കഴിയാതെ ജീവിതത്തിൽ വന്നുപോയ ചില ദുരന്തങ്ങള്, ദുരിതങ്ങള്, തകർച്ചകള്, പരാജയങ്ങള്, പെട്ടെന്നുണ്ടായ ചില പ്രതിസന്ധികള്, ക്രൈസിസുകള് എന്നിവ മൂലം നീ മനസ്സ് മടുത്ത് മരവിപ്പോടെ ജീവിക്കുന്നൊരു ദൈവ പൈതലാണോ എങ്കിൽ സഹോദരങ്ങളെ, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള പ്രവചന ദൂതാണ്. ഇത് ആത്മാവിൻ്റെ സ്വരമാണ്. നിങ്ങളുടെ മനസ്സ് ദുർബലമാകരുത്. കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ നിന്ന് ആത്മാവ് എന്താണ് നമ്മോട് പറയുന്നത്? മനസ്സ് ദുർബലമാകരുത്. നമ്മുടെ മനസ്സ് ദുർബലമായി പോകുവാൻ നമ്മൾ ഒന്നിനെയും അനുവദിക്കരുത്. ഹല്ലേലൂയ! അതാണ് ദൈവമക്കൾ പ്രാപിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇന്ന് അനേകരൊരു നിസാര പ്രതിസന്ധി വരുമ്പോഴേക്കും അവർ വീക്കായി, തളർന്നു, മടുത്തു, പെട്ടെന്ന് നിരാശ വരുന്നു, നെഗറ്റീവായി ചിന്തിക്കുന്നു, നിഷേധാത്മകമായി വാക്കുകൾ പറയുന്നു, പ്രത്യാശയില്ലാത്ത വിധം പെരുമാറുന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ റൂഹ വ്യക്തമായി സംസാരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ആ വചനം എല്ലാവരും ശ്രദ്ധിച്ചേ. ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഇന്ന് അനേകരുടെ ജീവിത അവസ്ഥ ഇതാണ്. പ്രത്യാശയില്ലാതെ, ആനന്ദമില്ലാതെ, സമാധാനമില്ലാതെ, മാനസികമായി പിരിമുറുക്കം അനുഭവിച്ച്, മാനസിക നില തെറ്റി, പെട്ടെന്ന് അവർ ഇമോഷണൽ ആവുന്നു, വൈകാരികമായി അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നു, വളരെ സെൻസിറ്റീവായി മാറുന്നു, മനസ്സ് വളരെ വീക്കായിരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ ഇപ്രകാരമുള്ളവരുണ്ടാകാം, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകാം, പല പ്രവർത്തന മണ്ഡലങ്ങളിലും ഇതുപോലെ ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളുണ്ടാകാം. എൻ്റെ സഹോദരങ്ങളെ, ആത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്.
ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വചനത്തിൽ, വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കുക. സങ്കീർത്തകനായ ദാവീദ് ഇതിനുള്ള വലിയൊരു ഉദാഹരണമാണ്. 42-ാം സങ്കീർത്തനം 5-ാം വചനത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു മാൻ ഓഫ് ഗാഡ്, ദൈവ മനുഷ്യനായിരുന്നു ദാവീദ് രാജാവ്. ഒത്തിരിയേറെ പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടേണ്ടി വന്നു. ഈ പ്രതിസന്ധികളിലും തകർച്ചയിലും പരാജയങ്ങളിലും ഒറ്റപ്പെട്ട അനുഭവങ്ങളിലും എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പല ഞെരുക്കങ്ങൾ അദ്ദേഹത്തിനുണ്ടായി. ഇതുപോലെ ഈ കൊടിയ തകർച്ചയുടെ ക്ലേശത്തിന് നടുവിൽ രാജാവായ ദാവീദിന് എന്താണ് നമ്മോട് പറയാനുള്ളത്? എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? എൻ്റെ മനസ്സേ, എൻ്റെ അന്തരംഗമേ, നീ എന്തിന് ദുഃഖിക്കുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ആത്മാവിന് പറയാനുള്ള പ്രവചന സന്ദേശം ഇതാണ്. കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിന്റെ പരിശുദ്ധമായ വചനത്തിൽ ഞാൻ നീ ചങ്കുറപ്പിച്ചാൽ, ഞാൻ ദൂത് പറയട്ടെ, നമുക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. വാക്കു പറഞ്ഞ് ചതിക്കുന്നവനല്ല നമ്മുടെ ഈശോ. എത്ര പേർക്ക് ഈ ബോധ്യമുണ്ട് സഹോദരങ്ങളെ? നീ എന്തിനു വിഷാദിക്കുന്നു? നീ നിന്റെ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ദാവീദ് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 13-ാം വചനത്തിൽ അവസാനം വരെ, ആ വചനം എല്ലാവരും ശ്രദ്ധിച്ച്, അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാൻ ആ വചനം ധ്യാനിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഏതാനും മണിക്കൂർ, ഏതാനും ദിവസങ്ങളല്ല, ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് നമ്മൾ യാത്രയാകുന്നത് വരെ, നമ്മുടെ അവസാന ശ്വാസം വരെ നമ്മൾ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നല്ല എഫർട്ടുണ്ട്. പിടിച്ചു നിൽക്കണമെന്നേ, പിടിവിടരുത്. എന്തൊക്കെ വന്നാലും, എന്തൊക്കെ സംഭവിച്ചാലും, ഒറ്റപ്പെടലുകളോ കളിയാക്കലുകളോ പരിഹാസങ്ങളോ രോഗപീഠകളോ തകർച്ചകളോ പരാജയങ്ങളോ ദുരന്തങ്ങളോ ദുരിതങ്ങളോ എന്തുമാവട്ടെ, എന്തൊക്കെ സംഭവിച്ചാലും നീ പിടിവിടരുത്. ആരിൽ നിന്ന്? ദൈവമായ കർത്താവിൽ നിന്ന്. പിടിച്ചു നിൽക്കുന്നവർ എത്ര സമയം? അവസാനം വരെ. എല്ലാവരും ഇത് പറഞ്ഞേ, അവസാനം വരെ. പറഞ്ഞേ, അൽപൂടി ഉച്ചത്തിൽ പറഞ്ഞ അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ആരാണ് രക്ഷ പ്രാപിക്കുന്നത്? സഹോദരങ്ങളെ, കുറച്ച് ത്യാഗമുണ്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ. ആ ബുദ്ധിമുട്ടുകളിൽ ദൈവശക്തി ഇറങ്ങും. നിന്റെ മേൽ ദൈവത്തിന്റെ തീ കത്തും. നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടുപാടുകളെ പൊട്ടിച്ചു കളയുവാൻ കർത്താവിന്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട്. അത് കുരുകിപ്പോയിട്ടില്ല. നീ പ്രത്യാശ വയ്ക്കണം. നീ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലായി മാറണം. അതാണ് ആത്മാവിനെ നമ്മോട് പറയാനുള്ള മെസ്സേജ്. എത്ര കൃത്യമാണ്! പിടിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. അപ്പോൾ നമ്മുടെ മാനസികമായി തകർത്ത് കളയാൻ പിശാച് പലവിധ ഒളിയമ്പുകൾ വിടും. ഒളിയമ്പുകള്, തീയമ്പുകള്. പണ്ടൊക്കെ യുദ്ധത്തിൽ ശത്രുപാളയത്തിലേക്ക് ശത്രുക്കളുടെ ആ കൂടാരങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി തീയമ്പുകൾ വിടും. ഈ അമ്പിൻ്റെ അറ്റത്ത് ടാറ് പുരട്ടിയിട്ട് അത് കത്തിച്ച് ശത്രു കൂടാരങ്ങളിലേക്ക് അവർ അമ്പെയ്യുകയാണ്. ആ തീയമ്പ് വന്ന് വീഴുമ്പോൾ അത് അവിടെ കത്തി പടരുകയാണ്. അങ്ങനെ അവിടെ വലിയ അഗ്നിബാധയുണ്ടായി ശത്രു സൈന്യത്തിനും അവരുടെ കൂടാരങ്ങൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുപോലെ നമ്മളെ നിരാശപ്പെടുത്തുവാൻ, മാനസികമായി തകർക്കുവാൻ, പല വിധത്തിൽ നമ്മളെ ഞെരുക്കുവാൻ, നമ്മുടെ അഭിഷേകത്തെ ഇല്ലാതാക്കാൻ, നമ്മൾ വിദ്വേഷം ഉണ്ടാക്കാൻ, കർത്താവിൻ്റെ വചനത്തിന് വിരുദ്ധമായി ചിന്തിക്കാൻ, കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറിപ്പോകാനുള്ള പലവിധ പിരിമുറുക്കങ്ങൾ, പിടിവലികൾ, ഇതെല്ലാം പിശാചിന്റെ തീയമ്പുകളാണ്. സഹോദരങ്ങളെ, ഇത് തിരിച്ചറിയാനുള്ള ജ്ഞാനം നമുക്കുണ്ടാകണം. അതുകൊണ്ട് പാട്ടുകാരൻ പാടുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വരികളാ. അവിടെ എന്താ പാടുന്നത്? തന്നിടുക നിൻ കൃപാവരങ്ങൾ, പോരാട്ടത്തിൽ ഞാൻ തളർന്നിടാതെ
ശത്രു തന്നൂടെ തീയമ്പുകളെ കൊളുത്തിടുന്നു തകർത്തിടുവാൻ. ശത്രു തന്നൂടെ തീയമ്പുകളെ കൊളുത്തിടുന്നു. എന്തിനു വേണ്ടി? തകർത്തിടുവാൻ, നമ്മെ നശിപ്പിക്കുവാൻ. പലവിധ പരാജയങ്ങളുണ്ട് സഹോദരങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ സക്സസ് ആവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അത് അംഗീകരിക്കണം. ആ പരാജയത്തിൽ നീ ഒറ്റയ്ക്കല്ല, നിന്നെ വിളിച്ച കർത്താവ് കൂടെയുണ്ട്. മനസ്സ് മടുത്ത് തളർന്നു പോകരുത്. ഓ, ഞാൻ പരാജയപ്പെടും, എന്ത് ചെയ്താലും പരാജയമാണല്ലോ, എനിക്കൊരു പുരോഗതി ഇല്ലല്ലോ, അഭിവൃദ്ധി ഇല്ലല്ലോ, സാമ്പത്തികമായും ജോലിയിലും കുടുംബജീവിതത്തിലും പഠനത്തിലും ബിസിനസ്സിലും ആത്മീയ ജീവിതത്തിലൊക്കെ ഒരു പരാജയമാണല്ലോ ഞാൻ. നീ മനസ്സ് മടുത്ത് പിന്മാറിപ്പോകരുത്. രോഗപീഠകൾ മൂലം, സാമ്പത്തികമായ തകർച്ചകൾ മൂലം ഒരുപാട് സാമ്പത്തിക പരാധീനതയുള്ളൊരു കാലഘട്ടമാണ്. ഈ വചനം കേൾക്കുന്ന സഹോദരങ്ങളെ, ഇതിൽ അനേകർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ദൈവത്തിന്റെ പൈതലേ, നീ തളർന്ന് മനസ്സ് മടുത്ത് എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് ഈ വചനം? ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ തകർച്ച മാറുന്നില്ലല്ലോ, പ്രശ്നം നീങ്ങുന്നില്ലല്ലോ എന്നോർത്ത് നീ തളർന്നു പോകരുതേ. ആത്മാവിന് നിന്നോട് പറയാനുള്ള പ്രവചന സന്ദേശം എന്താണ്? നീ പ്രത്യാശിക്കുക, നീ ദൈവമായ കർത്താവിനെ ആശ്രയിക്കുക. എന്തൊക്കെ പ്രതിസന്ധി വരട്ടെ. ഹെബ്രായ പുസ്തകം 10:23 പറയുന്നു, നമ്മോട് വാഗ്ദാനം ചെയ്ത കർത്താവ് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റു പറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരാകണം. ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു വഴിപോക്കനല്ല, സർവശക്തനും സർവാധിപനും വിശ്വസ്തനായ ദൈവമാണ്. കർത്താവിന്റെ വിശ്വസ്തതയിൽ ബോധ്യപ്പെട്ട് അവിടുത്തെ വാഗ്ദാനങ്ങൾ ഏറ്റുപറയുന്നതിൽ നമ്മൾ സ്ഥിരതയുള്ളവരാകണം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിടെ നിനക്ക് വേണ്ടി കർത്താവിൽ നിന്ന് ശക്തി ഇറങ്ങും. ദൈവത്തിന് റൂഹം നിന്റെ മേൽ വ്യാപരിക്കും. നിന്നെ ബാധിച്ചിരിക്കുന്ന പ്രതിസന്ധികളിലേക്ക് റൂഹായുടെ അഭിഷേകം ഇറങ്ങും. നിന്നെ വരിഞ്ഞു മുറുക്കിയ എല്ലാ കെട്ടുപാടുകളും പടപടാന്ന് പൊട്ടിപ്പോകും. ഇതെല്ലാം പരിശുദ്ധാത്മാവിന് കഴിയും. അവൻ ഓൾ മൈറ്റി ആണ്, ഓൾ സഫിഷ്യന്റ് ആണ്. വിശ്വസിക്കണം സഹോദരങ്ങളെ. നിങ്ങളെ ഒന്ന് വൈകാരികമായി ഉണർത്താൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല. ഇത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനമാണ്. പൗലോസ്ലീഹയുടെ ജീവിതം അവിടെ സെന്റ് പോൾ പറയുന്നുണ്ട്. തിമോത്തിയോസ് എഴുതിയ 2-ാമത്തെ ലേഖനം 1:12 ഇക്കാരണത്താലാണ് ഞാൻ ഇവയെല്ലാം സഹിക്കുന്നത്. ഞാനതിൽ ലജ്ജിക്കുന്നില്ല, എനിക്കതിൽ ഭയമില്ല, എനിക്കതിൽ തളർച്ചയില്ല, നാണമില്ല, എനിക്കതിൽ പരിഭവമില്ല, വേദനയില്ല, പിറുപിറുപ്പില്ല. കാരണം ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമ്മുടെ പരാജയം ഇവിടെയാണ്. പൗലോസ് പറയാണ്, എനിക്ക് ഉണ്ടാകുന്ന സഹനങ്ങളിൽ ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ നിരാശിതനല്ല. കാരണം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു. കർത്താവിന്റെ സ്നേഹം എന്നെ പുഷ് ചെയ്യുന്നു, എന്നെ തള്ളുകയാണ്. എനിക്ക് പിന്മാറാൻ പറ്റുന്നില്ല. കർത്താവിനെ നിർബന്ധിക്കുന്നു. ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ പുഷ് ചെയ്യുന്നു, എന്നെ തള്ളി ദിനംതോറും മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതാണ് കർത്താവിന്റെ വിശ്വസ്തത. സഹോദരങ്ങളെ, പൗലോസിന്റെ സാക്ഷി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ആരിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളിൽ, പ്രതിസന്ധികളിൽ, പരാജയങ്ങളിൽ, തകർച്ചകളിൽ, ദുരിതങ്ങളിൽ, ദുരന്തങ്ങളിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, എനിക്ക് ഭയമില്ല, നിരാശയില്ല, ആരോടും പരിഭവമില്ല, പരാതിയില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ ഒരു ബോധ്യമായിരിക്കണം എന്നെയും നിങ്ങളെയും ദിനം തോറും മുന്നോട്ട് കൊണ്ടു. അല്ലെങ്കിൽ നമ്മൾ മനസ്സ് മടുത്തു പോകും. മനസ്സ് മടുക്കാൻ എന്തുമാത്രം കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ അതിനെ മറികടക്കുന്നതാണ് ആത്മാവ് നൽകുന്ന അഭിഷേകം.
ആത്മാവിൻ്റെ ശക്തി, ആത്മ നടത്തിപ്പ്, ആത്മാവിൻ്റെ കൃപാവരങ്ങൾ, ആത്മസാന്നിധ്യം. സഹോദരങ്ങളെ, നമ്മൾ ഇത് പ്രാപിക്കണം. ഇതിലേക്കാണ് നമ്മെ കർത്താവ് വിളിക്കുന്നത്. പൗലോസിന്റെ ഒറ്റ സാക്ഷ്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 14:19, 20, 21 വചനങ്ങൾ. ഇക്കോണിയത്തിന് എത്തിയ ചില യഹൂദരെ, അവിടുത്തെ ജനങ്ങളെ പ്രേരിപ്പിച്ച് പൗലോസിലേക്ക് കല്ലെറിയുകയാണ്. അതികഠോരമായ വേദന. ഈ കല്ലുകളെല്ലാം പൗലോസിന് മേൽ വന്ന് വീഴുകയാണ്. ഈ കല്ലേറ് മൂലം പൗലോസ്ലീഹ മരിച്ചെന്ന് കരുതി അവനെ പട്ടി വലിച്ചഴയ്ക്കുന്നത് പോലെ വലിച്ചഴച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടിടുകയാണ്. അവൻ മരിച്ചുപോയി എന്ന് അവരെല്ലാം കരുതി. ആ സമയത്ത് നിങ്ങൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചുപോയി എന്ന് ജനക്കൂട്ടം കരുതണമെങ്കിൽ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അതുപോലെ മൃതമായൊരവസ്ഥ, ശരീരത്തിന് അനക്കമില്ല, ഹൃദയമിടിപ്പൊന്നും ഇല്ലാത്തൊരവസ്ഥ, ശ്വാസോച്ഛ്വാസം നിലച്ചു പോയൊരവസ്ഥ. അങ്ങനെ അവൻ മരണപ്പെട്ടു എന്ന് കല്ലെറിഞ്ഞവരും കൂടി നിന്നവരെല്ലാം വിധി എഴുതുകയാണ്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിലെ ശിഷ്യന്മാരെ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കണ്ടുമുട്ടിയ, കർത്താവിൻ്റെ ആത്മാവുള്ള, സുവിശേഷ സത്യങ്ങൾ ലോകത്തിന് നൽകുന്ന, കർത്താവിനെ വിളിക്കപ്പെട്ടവരെ, അവരാണ് ശിഷ്യന്മാരെ. അവർ പൗലോസ് അടിച്ചിട്ട് കൂടി കഴിഞ്ഞപ്പോൾ അവിടെ വലിയ സ്പാർക്ക് ഉണ്ടാവുകയാണ്. സ്പിരിറ്റിന്റെ വലിയൊരു മാനിഫെസ്റ്റേഷൻ, സ്പിരിറ്റ് മൂവ് ചെയ്യുകയാണ്, ആത്മാവിന്റെ വ്യാപനം ഉണ്ടാവുകയാണ്. മരിച്ചുപോയെന്ന് കരുതിയ പൗലോസ് ബലപ്പെട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ് ധീരതയോടെ. ഏത് പട്ടണത്തിലുള്ളവരാണ് തന്നെ കല്ലെറിഞ്ഞത്, ആ പട്ടണത്തിലേക്ക് തന്നെ ധൈര്യത്തോടെ പോവുകയാണ്. 21 വചനത്തിൽ പറയുന്നുണ്ട്, അടുത്ത ദിവസം പൗലോസും ബർന്നബാസും കൂടി ദർബയിലേക്ക് പോയി. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഇത്രയും ക്രൂരമായ കഠോരമായ കല്ലേറുകൾ കിട്ടി, ഇത്രമാത്രം സഹനവും വലിയ പ്രതിസന്ധിയും, നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ കൊടിയ സഹനം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ ചിന്തിച്ചു, ഞാനാണെങ്കിൽ 10 അല്ല 100 പ്രാവശ്യം ചിന്തിക്കും, ഇനി ഈ വേല വേണോ? ഇത് പ്രസംഗിക്കാൻ എളുപ്പ സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും മനസ്സ് മടുത്തു പോകും. എന്തിനെ ഇതുപോലെയുള്ള സഹനം വരണേ? ഇതിന് 100-1 നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും നമ്മൾ തളർന്നു, നമ്മൾ മടുത്തു, നമ്മൾ നിരാശിതരായി. എന്തിനാണ് ഈ വേല? എന്തിനാണ് ഈ പ്രാർത്ഥന? എന്തിനാ കൂട്ടായ്മ? എന്തിനാണ് ഈ മിനിസ്ട്രി? നമ്മൾ അസ്വസ്ഥരാവുകയാണ്, പിന്മാറിപ്പോവുകയാണ്. ആത്മാവ് പറയുന്നു, മനസ്സ് മടുത്ത് തളർന്നു പോകരുതേ. വി ആർ ചോസൻ. നമ്മൾ കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കർത്താവിൻ്റെ മുദ്രയുള്ള ആത്മാക്കളാണ്. ഈ സത്യം മനസ്സിലാക്കി ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാനുള്ള ആത്മശക്തി പ്രാപിച്ച് കൃപയിൽ ദിനം പ്രതി വളരുവാൻ നമ്മൾ ആഗ്രഹിക്കണം സഹോദരങ്ങളെ. അതിനായി ആത്മാവ് എന്നെയും നിങ്ങളെയും വിളിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന് മുമ്പിൽ നമുക്ക് സറണ്ടർ ആവാം. നമ്മുടെ മനസ്സിനെ മടുപ്പിക്കുന്ന എല്ലാം നിങ്ങൾ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു ന്യൂ അനോയിൻറ്റിങ്, ഒരു ഫ്രഷ് അനോയിൻറ്റിങ് ആത്മാവിൽ നിന്ന് സ്വീകരിക്കുക. ഏത് പ്രതിസന്ധി വരട്ടെ, കർത്താവ് കൂടെയുണ്ട്. വിളിച്ച കർത്താവ് കൂടെയുണ്ട്. അവൻ വിശ്വസ്തനാണ്, അവൻ വാക്കുമാറുന്നവനല്ല. ഈ വലിയ തിരിച്ചറിവോടെ കർത്താവിൻ്റെ കരം പിടിച്ച് ഈ വിശ്വാസയാത്ര മുന്നോട്ട് പോകുവാൻ, ഈ വിശ്വാസയാത്രയിൽ കൃപയോടെ നമുക്ക് മുന്നേറുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകൾ ഞങ്ങൾക്കും നൽകണമേ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നാളുകളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷ സംവിധാനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയും ഒത്തിരി സ്നേഹത്തോടെ ചോദിക്കുകയാണ്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ.